സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുക. ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ആദ്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതയോട് യോജിക്കാനാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. സമഗ്രമായ സിനിമാ നയം എന്ന ലക്ഷ്യത്തിന് മുന്നോടിയായിട്ടാണ് സിനിമാ നയ കോൺക്ലേവ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത്. സിനിമാ മേഖലയിലെ എല്ലാവരെയും ഉൾപ്പെടുത്തി നയം ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്ത് തന്നെ ഇത് ആദ്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. അന്താരാഷ്ട്ര സിനിമയിലെ പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ സംഘടനകൾ, തൊഴിൽ നിയമരംഗങ്ങളുടെ വിദഗ്ധർ, അതുപോലെ ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, കൊറിയ, UK, UAE എന്നിവിടങ്ങളിലെ പ്രമുഖ ചലച്ചിത്ര ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയിലെ പ്രമുഖ വ്യക്തികൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വകുപ്പുകളുടെ പ്രതിനിധികളെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് വെച്ച് ഓഗസ്റ്റ് 2-3 തീയതികളിലായിട്ടാണ് കോൺക്ലേവ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സിനിമാ നയത്തിന്റെ രൂപരേഖ കോൺക്ലേവിൽ അവതരിപ്പിക്കും. കോൺക്ലേവിലെ ചർച്ചകൾക്ക് ശേഷം മന്ത്രിസഭയിൽ സിനിമാ നയം വയ്ക്കും. തുടർന്ന് നിയമസഭയിലൂടെ 6 മാസത്തിനുള്ളിൽ നയരൂപീകരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതയോട് യോജിക്കാനാകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. അപ്പോൾ ബോധപൂർവമായി കത്രി വെക്കുക, അത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ ചില സമീപനങ്ങളുടെ ഭാഗം തന്നെയാണ്. സെൻസർ ബോർഡിന് അങ്ങനെ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അത് സ്വതന്ത്രമായ സിനിമാ നിർമ്മാണത്തിന്റെ കടകൾ കത്തിവെക്കലാണ്. അതിൽ ഗവൺമെന്റിന്റെ നിലപാട് വളരെ സുവ്യക്തമാണ്. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന പക്ഷത്താണ്. കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക ലഭിച്ച ശേഷം കേസിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.